ഇവനെ മേടിക്കാൻ പോയ കഥ അറിയും നിനക്ക്? അന്ന് നിങ്ങൾ ഊട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഷെർലി 8 മാസം പ്രഗ്നന്റ്. നമ്മുടെ മുത്തിനെ അവൻ വയറ്റേ കിടന്ന് ഒരു ജാതി കുത്തും ചവിട്ടുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെർലിക്കൊരു മോഹം. അവളുടെ അബുദാബിയിലുള്ള കൂട്ടുകാരുടെ മോളുടെ കല്യാണത്തിന് പോകണം. അന്ന് ജേക്കബിൻ്റെ കയ്യിൽ പഴയ ഒരു കൊറോളയാണ്. വലിയ കണ്ടീഷനൊന്നുമില്ല. ഷെർലിയും കൊണ്ട് ഇത്ര ദൂരം അങ്ങോട്ട് ഓടിച്ച് ഈ കാറിൽ കൊണ്ടുപോകാൻ ജേക്കബിന് ഒരു പേടി. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ 2 പേരും കൂടി ഒറ്റ വിടലാണ് നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക്. റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പെടയ്ക്കണ മീനെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നതാ ഈ മഹാനെ. എത്ര സ്പീഡിൽ ഓടിച്ചാലും ഇവൻ കുലുങ്ങില്ലടോ. ഇവൻ്റെ പുതിയ മുതലാളി വരുന്നതിന് മുമ്പേ നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ? കണ്ടാ, കുലുങ്ങില്ലേ? ജേക്കബിനെ പോലെയാ. ജബലാലിയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കടയിലുണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഇത് വെച്ചോ. വേണ്ട ചേട്ടാ. പപ്പയുടെ ഡ്രൈവർ തരുന്നതെന്ന് കരുതണ്ട, പപ്പ തരുന്നതെന്ന് കരുതിക്കോ. ഹലോ അമ്മ. ഹലോ ജെറി. എന്താ മുത്തേ? വേഗം ഓഫീസിലേക്ക് വാ. എന്തു പറ്റി? ഇവിടെ പോലീസും 1-2 ആൾക്കാർ അമ്മയോട്. ജെറി, ജെറി പ്ലീസ് ഫാസ്റ്റ്. ഹലോ ഫിലിപ്പങ്ങളെ, പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? البلاغ 465. تمام علم. Jacob wife is innocent, sir. Sorry. I know them This is personally. an arrest. Sir, please, sir. I will come to the police station for them. I sir, told I know you. that. This is an arrest. Sir, I please. told you. No way. Sir, please هذول listen me, مطلوب sir. القبض عليهم في قضية. Sir. ما تحاول. Sir. You're breaking the law. Let me do my job. Please, Sir. please, huh? Sir. Step back. Sir, that's my mother. You're breaking the law. This is an arrest. I need to go with You're her. breaking the law. This is an arrest. Sir, I I need to told go you. with her, sir. ارجع. That's my mother. هذا I cannot let you go without me. That's my mother. Jerry. حضري لي القضية رقم 450. Okay. Excuse me 1 second. ഒമേരിയുടെ കേസ് തൽക്കാലം സോൾവ് ചെയ്തു. കാർ വിറ്റ കാശ് മുഴുവൻ അയാൾക്ക് കൊടുത്തു. ബാക്കിയുള്ളത് 6 മാസത്തിൽ തന്ന് തീർക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് തിരിച്ചു മേടിച്ചോ? جري جايكب زكريا. Sir. You don't pay credit card bills? Emirates MBD Bank put the case against you. You go. And you stay. എടാ എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരും. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കണടാ.
എയർപോർട്ടിൽ വെച്ച് പപ്പൻ്റെ കൈ അമർത്തി പിടിച്ച് കരയാൻ പാടില്ല, അവളെ നോക്കിയേക്കണെന്ന് പറഞ്ഞു. പറ്റുന്നില്ല കൽപ്പങ്ങൾ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. ജെറി, വാ. നീ ആ കോർണറിലുള്ള കഫ്റ്റേരിയ കണ്ടോ? മുക്കത്തുകാരൻ ഒരു ഷെരീഫിൻ്റെ കഫ്റ്റേരിയ അത്. 9 വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത്. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊരിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവൻ്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താ. അവിടെ അവർക്ക് സ്വന്തമായ ബിസിനസ്സും ഉണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകണ്ട ജെറി. ഈ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. നിന്റെ അപ്പൻ എങ്ങനായിരുന്നു? ജേക്കബിന്റെ മകൻ എൻ്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. വണ്ടി ഇറങ്ങടാ. സാർ, കഴിഞ്ഞ 20 വർഷമായിട്ട് മാർക്കറ്റിലുള്ള കമ്പനിയാണ് സാർ സെൻറ്റർ ഗ്രൂപ്പ്. മാത്രമല്ല ബാക്കി സപ്ലൈസിനെ പോലെ ഈ ലോക്കൽ സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ലോ ക്വാളിറ്റി സ്റ്റീലല്ല സാർ ഞങ്ങളുടേത്. ദിസ് ഈസ് എ ഫൈനസ്റ്റ് ക്വാളിറ്റി ഫ്രം ടർക്കി. അതും മാർക്കറ്റിൽ ബെസ്റ്റ് റേറ്റിൽ തരാം സാർ. ഓയിൽ കമ്പനീസ് എല്ലാം അപ്രൂവ് ചെയ്താണ് സാർ ഞങ്ങളുടെ സ്റ്റീൽ. മാം, നിങ്ങളെ കമ്പനി വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിലാണെന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ. സാർ, അത് കോമ്പറ്റീറ്റീവ്സ് ചുമ്മാ പറഞ്ഞു പറ്റുന്നതാണ് സാർ. ഞങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളിപ്പോൾ അത് സോൾവ് ചെയ്തു സാർ. എല്ലാ കടങ്ങളും കൊടുത്ത് തീർത്തെന്നാണോ പറയണേ? യെസ് സാർ. മിസ്റ്റർ ജെറി, നിങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ കൂട്ടത്തിൽ എൻ്റെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് നിങ്ങൾ എന്തോരം കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള എൻ്റെ അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, ടു ദ ഡോട്ട്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കൂടെയാണ്. ഷേർലി മാമിനും ജെറിക്കും വേണമെങ്കിൽ ഒരു കോഫി കഴിച്ചിട്ട് പോകാം. വേണ്ട സാർ, താങ്ക് യു. ജെറി, നീ അയാളോട് എന്തിനാ നുണ പറഞ്ഞത്? ജെറി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പിന്നെ ഞാൻ എന്ത് പറയണം? കോടിക്കണക്കിന് രൂപ കടമുണ്ടെന്ന് പറയണോ? കടക്കാരെ പേടിച്ച് വീട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണോ? പപ്പയുടെ പേരിലെ കേസുണ്ട്, പപ്പ ഇന്റർപോൾ അന്വേഷിച്ച ക്രിമിനലാണ്, ഇതൊക്കെയാണോ ഞാൻ പറയേണ്ടത്? അത് എങ്ങോട്ടും പോകാൻ പറ്റാതെ ആഫ്രിക്കയിലെ ഒരു ദുരിതം പിടിച്ച നാട്ടില് എന്റെ പപ്പ പെട്ടിയെടുക്കണമെന്ന് ഞാൻ പറയണോ? പറയണം. നീ ആൾക്കാരോട് സത്യം പറയണം. നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങളല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒളിയും മറയൂലാതെ സംസാരിക്കുന്നവരെ ആളുകൾ വിശ്വസിക്കും, കൂടെ നിൽക്കും, നിന്റെ പപ്പയോടൊപ്പം നിന്നതുപോലെ. ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. യൂസഫ് ഷാ.
ബിസിനസ് മീറ്റിങ്ങിന് നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകണം. നമ്മൾ കാണാൻ പോകുന്ന ആളെന്ന് ആദ്യം കാണുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എക്സ്ക്യൂസ് മീ. യെസ്, നമ്മൾ തമ്മിൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഐ എം ഹിയർ ടു മീറ്റ് യൂസഫ് ഷാ. യൂസഫ് ഷാ, യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? ഇല്ല, എനിക്കൊരു 2 minutes മതി. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരും. അല്ല, ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വേണേൽ സെക്യൂരിറ്റീനെ വിളിക്കാം. ഓ, എന്നാൽ പോയിട്ട് വരാം. ആ, ഏതാ ഞാൻ വിചാരിച്ചു നീ യൂസഫ് ഷായെ മറത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. സിനിമയിൽ അതൊക്കെ പറ്റും. ഒറ്റപ്പാട്ടിലെ പണക്കാരനാവാലോ. നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ അത് നടക്കൂല. You have an appointment? യെസ്. ഓ, എവിടെയുണ്ട്? എടുത്തു അപ്പോയിൻമെന്റ്. എനിക്കറിയാം. അകത്ത് വെയിറ്റ് ചെയ്യും. പ്ലീസ് ബി സീറ്റഡ്. ഓൾ ഗുഡ്? ഓ, കൂട്ടിട്ടൊന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. ഹായ് സർ. എനിക്ക് മനസ്സിലായില്ല. സാറേ, 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗെറ്റ് ഔട്ട്. തേണ്ടി. ടെൽ മീ. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഫോട്ടോ വേണ്ട. വേണ്ട. എനിക്കൊരു 200 ടൺ സ്റ്റീൽ വേണം. എൻ്റെ ഒരു ആഫ്രിക്കൻ കസ്റ്റമറിന് വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റ് ബയേഴ്സിനെ പോലെയല്ല ഞാൻ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല. ജെറി, തൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ താനുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടികളുടെ കടം, ട്രേഡ് ലൈസൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവ് മാത്രം മതിയോടും. ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ലാതെ 4-5 വർഷം മുന്നേ ഷാർജയിലും ജബലയിലെല്ലാം മില്യൺസിനെ കച്ചവടം നടത്തിയ ഒരാളെക്കുറിച്ച് എനിക്കറിയാം. യൂസഫ് ഷാ. ഞാൻ നിങ്ങളെ തേടി വന്നത് അതുകൊണ്ടാണ്. പഴയ പോലെ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. വൈകുന്നേരം മേശപ്പുറത്ത് കാശ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളിത് എനിക്ക് തിരിച്ചു തന്നാൽ മതി. ടൺ. യെസ്. 5 ട്രക്ക്. യെസ്. മാനേജർ വർമ്മയോട് സംസാരിച്ചോളൂ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു. യു വെൽക്കം. ജെറി, താൻ ഈ ബിസിനസ്സിൽ പുതിയതാ. ഡീൽ ചെയ്യുന്നത് ആഫ്രിക്കൻസുമായിട്ടും സൂക്ഷിക്കണം. ആഫ്രിക്കൻസ് ഡീൽ ചെയ്യുന്നത് നമ്മൾ മലയാളികളായിട്ടല്ലേ സാറേ? I am not going to the seaport. This consign. ആമാ, കഴിഞ്ഞോ? ഇല്ല, അവർ ലോഡ് ചെക്ക് ചെയ്തു. ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും പ്രാർത്ഥന നടത്തണ്ട. കാശ് ഇതുവരെ കയ്യിൽ വന്നിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തന്മാരെ തേക്ക് മരം പോലെ ഇരിക്കുക. തേക്കിനൊക്കെ ഇപ്പം നല്ല വിലയാടാ. എല്ലാം നന്നായി പോകും. നിന്റെ ഫസ്റ്റ് ഡീലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. Jerry. So you guys carry on. സമത്. Jerry, it's all good. ഓ, താങ്ക് യു. ഹൗ മച്ച്? Like we said, 1 million. താങ്ക് യു. ഓക്കെ, സീ യു ദെൻ. താങ്ക് യു. ജെറി,
എൻ്റെ അടുത്ത് കുറച്ച് ബൾക്ക് ലോഡുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്കത് വിറ്റ് തീർത്ത് കാശ് കയ്യിൽ വരണം. ബയേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര ടൺ വരും? 10,000, 10,000 ടൺ. ഞങ്ങൾ എടുത്തോളാം. രണ്ടാഴ്ച കൊണ്ട് 10,000 ടൺ നമ്മൾ എങ്ങനെ വിൽക്കും? പഴയ കസ്റ്റമേഴ്സ് ആരും നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യില്ല. ഒരു ആഫ്രിക്കക്കാരനെ കണ്ടുപിടിച്ച പാടെ എനിക്കറിയാം. പുതിയ കസ്റ്റമേഴ്സിനൊക്കെ ചാത്തമാർ കൊണ്ടു തരൂ. മാർക്കറ്റ് ഏറ്റവും ഡള്ളായിരിക്കും സമയമാണ്. എന്ത് ധൈര്യത്തിൽ അമ്മ ഇത് കമ്മിറ്റ് ചെയ്ത്? ഈ മാർക്കറ്റും ബിസിനസ്സും ഒന്നും ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ല ജെറി. ഞാൻ ജേക്കബ് സക്കറയുടെ ഭാര്യ, നീ നിന്റെ അപ്പൻ്റെ മോനും. നമ്മളിത് വിൽക്കും. എബിൻ, എബിൻ, എന്തു പറ്റി? എടാ എന്തു പറ്റീന്ന്? കോളേജിൽ നിന്ന് ഞാൻ ഡിസ്മിസ് ആവാൻ കാരണമായ പയ്യനെ ഓർമ്മയുണ്ടോ ചെറുക്കി? നവീൻ മാത്യുസോ? അവനെ ഞാനൊന്ന് കണ്ടു. അവൻ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അവൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോ? എബിൻ, നിന്റെ അപ്പം ബിസിനസ് പൊട്ടി നാട് വിട്ടെന്ന് കേട്ടു. അപ്പം പോയാലെന്താ? നിന്റെ അമ്മ അവിടെ ഇല്ലേ? താല്പര്യം ഉണ്ടാവൂടാ നിന്റെ അമ്മയ്ക്ക് ഞങ്ങളുമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ? എന്നിട്ട് നീ എന്താ ചെയ്തേ? എടാ നീ എന്താ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ല. റോഡിൽ കിടന്ന് എപ്പോഴും അടി ഉണ്ടാക്കണ ഞാനല്ലേ? എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാക്കണ ഞാനല്ലേ? ഞാൻ അവനൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. വാ, അമ്മയ്ക്ക് പറഞ്ഞവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. അമ്മയ്ക്ക് പറയാം. വാ, ഹലോ ഫിലിപ്പങ്ങളെ, താമസിക്കാൻ പുതിയൊരു ഫ്ലാറ്റ് കിട്ടോ? നിങ്ങളുടെ ഫ്ലാറ്റിന് എന്താ പറ്റി? അല്ല, ഈ ഫ്ലാറ്റിൽ ഇനി താമസിക്കാൻ പറ്റും തോന്നല്ലോ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഈ ഫ്ലാറ്റിലെ ഭയങ്കര ചോർച്ച. ഇവൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ദേ ഒരു ചേട്ടൻ ഇരിക്കുന്നു, ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുക. നീ ആരടാ? ഗുണ്ടാ തലവനോ? ആ ഇടി കിട്ടിയ പയ്യന്റെ ദേഹം ഒന്ന് കാണണം. മാവ് കുഴച്ച മാതിരി ഇരിക്കുക, ഒരു ഇഞ്ച് ബാക്കി വെച്ചിട്ടില്ല. ഞാൻ അവന്റെ പേരൻസിന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ അവർ കേസിനൊന്നും പോവാഞ്ഞ്. അതുകൊണ്ടൊന്നും അല്ല, അവനെന്ത് തോന്നിയാസാ പറഞ്ഞെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവനെ വീട്ടിൽ പോലും കയറ്റാറില്ല അവര്. നീ മിണ്ടരുത്. ഫിലിപ്പ് ചൈനവിനെയൊക്കെ ഒന്ന് ഉപദേശിച്ചൂടെ? അത് പിന്നെ അവൻ പറഞ്ഞത് തോന്നിയ ദിവസമാണെങ്കിലും നീ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കണ്ടായിരുന്നു. വല്ല പ്ലാസ്റ്റിക് ബാറ്റോ മറ്റോ മതിയായിരുന്നു. മാറി ഇറക്കാം. പറയാൻ പോയ എന്നെ പറയണം. മുരളി മേനോനായിട്ട് സംസാരിച്ചോ? നാളെ കോടതി കാണാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ എൻ്റെ പകുതി പൈസയല്ലേ റെഡിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ പേരിലുള്ള കേസ് മാത്രം റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. പപ്പ ചെറി, നീ പപ്പയെ വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ. ഹൗസ് ഹി ഇപ്പോൾ പഴയ പോലെയൊക്കെ സംസാരിക്കാറുണ്ടോ? ഐ വാസ് നെവർ എ ഗുഡ് സൺ ജെറി.
ഞാൻ പപ്പയെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? നീ നിന്റെ പപ്പയെ പോലെ. ഈ മുരളി മേനോൻ്റെ വീട് എവിടെയാ? ബർദുബായിലാ. എന്തു പറ്റി? നമുക്ക് രാത്രി അവിടെ ചെന്ന് 2 പൊട്ടിക്കൽ പൊട്ടിച്ചാലോ? നീ കഴിച്ചില്ലല്ലോ, എന്നാ കഴിക്കി. ഞാനിന്ന് രാവിലെ നിന്നെ സ്വപ്നം കണ്ടു. രാത്രി വല്ലതും കണ്ട് പേടിച്ചിട്ടായിരിക്കും. പോടാ. സ്വപ്നത്തില് നിന്റെ അടുത്ത വലത്തുമായിട്ട് ഞാൻ ഏഞ്ചൽസിനെ കണ്ടു. എന്നിട്ട് ഏഞ്ചൽസ് കാശുവല്ലോ നിന്നോ? നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. जरी साहब, जरी साहब, पहचाना साहब आपने मुझे? मैं पुराने फ्लैट में सिक्योरिटी था साहब। ओ रविंदर, कैसे हो? बहुत अच्छा साहब, मेरी बेटी की शादी हो गई सर। ओह कंग्रेट्स साहब, जेकब साहब से मिलना था। वो आउट ऑफ स्टेशन है। जेकब साहब ने मेरी बहुत मदद की है, ये मेरी बेटी ने बनाया है, ये आप प्लीज़ उन्हें दे दीजिए। थैंक यू। अरे आप तो खोल के तो देखिए। कैसा लगा साहब? बहुत अच्छा है। चलता हूँ साहब। साहब, गॉड ब्लेस योर फैमिली। ठीक बोला साहब? चलता हूँ साहब। Hello. Listen, I told you you'll get your money today. You'll get your money back today. Trust me. Okay, bye. Tell me what is the problem. What is the case? لو سمحت أنا محتاج أخلص أوراق ضروري. क्या मसला है आपका? Actually, I have no work permit. कब एक्सपायर हो रहा है? A contract? I cannot stay with him. I want a divorce. Surely? Yes, sir. I have to do my job. السلام عليكم. عليكم السلام. كيفك؟ بخير. شو أخبارك؟ شو هذا عقد؟ أيوة. കോടതിയിലേക്ക് കേസ് പോകുന്നതിന് മുമ്പ് കോൺട്രാക്ട് ഇവിടെ നോട്ടറൈസ് ചെയ്യണം. നോട്ടറി പബ്ലിക്കിന്റെ അറ്റസ്റ്റേഷൻ കിട്ടിയാലേ ഇയാൾ ഉണ്ടാക്കിയ കോൺട്രാക്ട് വാല്യൂഡ് ആവുള്ളൂ. معك رقم الكيس؟ كيس نمبر 2141 علي صوتك. لاودر علي صوتك. 21412008. كل شيء تمام؟ اصبر في بندك. ثانية واحدة. اصبر. شو هذا؟ مين كتب هذا؟ هذا غير قانوني. مين اللي كتب العقد هذا؟ مين اللي كتب البند هذا؟ هذا شيء ما قانوني، ما يمشي هنا في البلد. يلا خذوا امشي روح بعيد. حرام عليك. هذا الليجل. من فضلك ما في.
يا أخي صبر بليز. هذا شيء ما يمشي هنا، هذا شيء غير قانوني. شوف هالبند، ما في حدا بيكتب هالشيء. أنا ملت منبلط. هذا غير قانوني. أنا ملت منبلط. هذا غير قانوني. This is not new for me يا أخي. Go from here.